കൂട്ടുകാർ നമ്മുടെ രഞ്ജിതയുടെ പദ്ധതികളെല്ലാം തകിടം മറിക്കുന്നു. വേറെ ആരുമല്ല, പ്രതീഷ്. അതെ, നമ്മുടെ പ്രതീഷ് രഞ്ജിതയുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു രംഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ രഞ്ജിത ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നതും പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. സുമിത്രയും അനിരുദ്ധിനെയും പറ്റി ഇങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രതീഷ് പറയുന്നുണ്ട്, നിർത്ത്, എനിക്ക് മതി കേട്ടത്, എന്താ അവരെ പറ്റി കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രഞ്ജിത പറയുന്നുണ്ട്, ശരി എന്നാൽ നിനക്ക് കേൾക്കണമെങ്കിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ പ്ലാൻ നിൻ്റെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി എന്ത് ജോലി ചെയ്ത് ജീവിക്കാനാണ് പ്ലാൻ എന്നൊക്കെ നമ്മുടെ രഞ്ജിത ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഒരു പാട്ടുകാരനായിരുന്നില്ലേ, ഇനിയും പാടിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രതീക്ഷ പറയുന്നുണ്ട്, ഇല്ല, അതെനിക്കിനി ഒരിക്കലും പറ്റില്ല. ജയിലിൽ കിടന്ന് എൻ്റെ മനസ്സെല്ലാം മരവിച്ചു പോയി. അപ്പോൾ ഇനി എനിക്കൊരു പാട്ട് ആലോചിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രഞ്ജിത പ്രതീക്ഷന് വാക്ക് കൊടുക്കുകയാണ്, ഞാൻ നിന്നെ സഹായിക്കാം. എന്താ പറയുക, രഞ്ജിത പറയുന്നുണ്ട്, നിന്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്തൊരു ജോലി ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പ്രതീഷിനോട് പറയുന്നുണ്ട്. അപ്പോൾ പ്രതീഷ് പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട. എനിക്ക് ഇത്ര നാൾ ജയിലിൽ കിടന്ന് എനിക്കറിയാം ഇനി ഒറ്റയ്ക്ക് എങ്ങനെ പൊരുതണം, ജീവിക്കണം എന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ രഞ്ജിതയുടെ ആ ഒരു ചെറിയൊരു പ്ലാൻ അവിടെ പാളിപ്പോയി. എന്തായാലും നമ്മുടെ പ്രതീഷ് പോകെ നമ്മുടെ രഞ്ജിതയുടെ ഊരാക്കുടുക്കിലേക്ക് വീണ് പോകുമോ, അല്ലെങ്കിൽ പൊങ്ങി വരുമോ, സുമിത്രയുടെ അരികിലേക്ക് തിരികെ വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.